ആർ വി ബാബു ചേരുന്നു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ. ശ്രീ ആർ വി ബാബു, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല സന്നിധാനത്തിൽ നിന്നും ചില വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് ശബരിമലയിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു. പക്ഷെ പിന്നീട് തിരികെ കൊണ്ടുവന്നത് തന്ത്രി കണ്ഠരര് രാജീവനാണ്. മാത്രമല്ല, തന്ത്രി കണ്ഠരര് രാജീവര് ഇദ്ദേഹവുമായിട്ട് ചില അവിശുദ്ധ ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു. പുറത്ത് യാത്ര പോയപ്പോൾ തന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്തിനാണ് ഈ അറസ്റ്റ് എന്ന് ഇനിയിപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രജിത്തിനോട് ചോദിച്ചതുപോലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യൽ വളരെ രഹസ്യമായിരുന്നു. അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിൻ്റെ ചോദ്യം ചെയ്യലും രഹസ്യമായിരുന്നു. പക്ഷേ തന്ത്രിയെ SIT ഇഞ്ചക്കൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നതും അതുപോലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോഴിത് അറസ്റ്റ് രേഖപ്പെടുത്തിയതൊക്കെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്രീ ആർ വി ബാബു? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രി ശിക്ഷിക്കപ്പെടണം. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ തന്ത്രിയായിരിക്കും ആ നിലയ്ക്ക് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിലുള്ളത്. കാരണം തന്ത്രി ഒരു കാരണവശാലും ഇത്തരം തെറ്റുകൾക്ക് വിധേയനാകാൻ പാടില്ലാത്ത ഒരാളാണ്. തന്ത്രി തന്നെ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളായാലും ഈ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ നമുക്ക് മറ്റൊരു വശത്തിലൂടെ ഇതിനെ സമീപിച്ചാൽ, ഇപ്പോ പൊടുന്നനെ തന്ത്രിയെ വിളിച്ചു വരുത്തുകയും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇതിനകം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്നും കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കുറ്റക്കാരനായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഈ അറസ്റ്റ് ഇത്ര വൈകിച്ചത്? എന്തിനാണ് അറസ്റ്റ് ഇത്ര നീട്ടിക്കൊണ്ടു പോയത്? പെട്ടെന്ന് EDയുടെ അന്വേഷണം വരുന്നു. മാത്രമല്ല, പത്മകുമാർ ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുക്കുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ നിഷേധിച്ചുകൊണ്ടുള്ള അപേക്ഷയിൽ SIT തന്നെ പറയുന്നു പത്മകുമാർ ഈ ഗൂഢാലോചന പങ്കാളിയാണ്, പത്മകുമാർ ബോധപൂർവം ഈ കൊള്ളയിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CPM അങ്ങനെ പ്രതിരോധത്തിലാവുകയാണ്. അപ്പൊ CPMന്റെ മുഖം രക്ഷിക്കാൻ SIT എടുത്ത ഒരു ധൃതി പിടിച്ച നടപടിയായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ ഇതിനെ കാണുക. അത് മാത്രമല്ല, ഞാൻ ആ വസ്തുത കണ്ട് സബ്ജക്ട് ടു കറക്ഷൻ. കാരണം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് കൊടുത്ത വാർത്തയിൽ SIT ഉദ്യോഗസ്ഥൻ ശശിധരൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ തന്ത്രിയുടെ അനുമതിയോ തന്ത്രിയുടെ അനുജ്ഞയോ ഈ വിഷയത്തിൽ പത്മകുമാറിനോ ദേവസ്വം ബോർഡിനോ ഉണ്ടായിരുന്നില്ല എന്നാണ് SIT ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്ത്രി അറിയാതെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് എന്ന് SIT ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ഹൈക്കോടതിയിൽ കൊടുത്ത നിലപാടും തമ്മിൽ വ്യത്യസ്തമാണ്, വൈരുദ്ധ്യം ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് അറിയണം. ആ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയെ പോലുള്ള ഒരു പ്രമുഖ പത്രം കൊടുത്ത വാർത്ത തെറ്റാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ SITയെ സംബന്ധിച്ച് SIT ഉദ്യോഗസ്ഥൻ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ തന്ത്രിയെ ഈ കാര്യത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് തന്ത്രി ഇന്ന് അറസ്റ്റ് ചെയ്തത്? തന്ത്രിക്ക് പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. തന്ത്രിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വരാനും ഈ കാര്യങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാനും തന്ത്രി ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവണം. അപ്പൊ ആ നിലയ്ക്കാണോ തന്ത്രിയുടെ അറസ്റ്റ്? ഏത് നിലയ്ക്കായാലും ശരി, കുറ്റക്കാർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം. രണ്ട്, എന്തുകൊണ്ടാണ് ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? ശങ്കരദാസ് ജാമ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയതാണല്ലോ. സുപ്രീം കോടതിയിൽ നിന്ന് അവിടെ നിന്ന് ഓടിച്ചു വിടുകയല്ല ചെയ്തത് ശങ്കരദാസിനെ. എന്തുകൊണ്ടാണ് SIT ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ജയശ്രീക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ വരെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ജയശ്രീയെ പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ 2 തവണ ജാമ്യത്തിന് പോയി, അതേപോലെ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ 2ാമത്തെ പ്രാവശ്യം മറ്റുമാണ് അവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു വിലക്കുണ്ടായത്. അപ്പോ അതുവരെ എന്തുകൊണ്ടാണ് SIT കാത്തു നിന്നത്? എന്തുകൊണ്ടാണ് SIT വളരെ രഹസ്യമായി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്? വളരെ രഹസ്യമായി പ്രശാന്തിനെ ചോദ്യം ചെയ്തത്? ഇവരുടെ മൊഴികളിൽ പലരുടെയും നമ്മൾ പുറത്തു വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്ന പല ഘടകങ്ങളും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോ CPMനെ രക്ഷിക്കാൻ വേണ്ടി
ഈ ചർച്ച മുഴുവൻ തന്ത്രിയിലേക്ക് വരുത്താൻ വേണ്ടി ഇനി മൊത്തം ചർച്ചയും തന്ത്രിയുമായി ബന്ധപ്പെട്ടാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. അപ്പോ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ തന്ത്രിയുടെ അറസ്റ്റ്, അതോ തന്ത്രി യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ? ഈ കാര്യം കുറച്ചുകൂടി കാത്തിരുന്നേ നമുക്ക് കാണാൻ സാധിക്കൂ. ഏതായാലും തന്ത്രിക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം തന്ത്രിക്കുണ്ട്. അതല്ല കുറ്റവാളിയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടത് തന്ത്രി തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.